ഹലോ ഹലോ കേൾക്കാമോ? ആ സാർ കേൾക്കാം. ഓക്കെ. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും. മോർണിംഗ് സാർ. റോൾ നമ്പർ 38 ഉണ്ടോ? 38. ആ സാർ ഉണ്ട് സാർ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് മനസ്സിലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ. എങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഹലോ ആ സാർ കേൾക്കാം. വായിച്ചോ? ക്വസ്റ്റ്യൻ വായിച്ചോ? ക്വസ്റ്റ്യൻ ഓക്കെ. A weight 4,500 Newton is supported in a vertical plane by a string and pulleys arranged as shown in the figure. In the free end A of the string is pulled vertically downward with a constant acceleration of 1.8 meter per second. Find the tension in the string. മനസ്സിലായോ? Yes sir. ഇതാണ് ഫിഗർ. 4500 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡി ഈ സ്ട്രിങ് വഴി കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടോ? അപ്പം ക്വസ്റ്റ്യനകത്ത് ചോദിച്ചേക്കുന്നത് എ എന്ന പോയിന്റ് ഉണ്ടോ? എ എന്ന പോയിന്റ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. അവിടെ ബോഡി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. അപ്പൊ ആ ബോഡിയിൽ നമ്മൾ ആ എയിൽ പിടിച്ച് താഴോട്ട് വലിച്ച് 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സിലറേഷനിൽ എ പിടിച്ച് നമ്മൾ താഴോട്ട് വലിച്ച്. ഓക്കെ. അപ്പം ആ റോപ്പിലുണ്ടാവുന്ന ടെൻഷനാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ ക്വസ്റ്റ്യൻ? ആ എ എന്ന പോയിന്റ് പിടിച്ച് നമ്മൾ 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ താഴോട്ട് വലിച്ച്. അപ്പം ആ സ്ട്രിങ് ഉണ്ടാവുന്ന ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഓക്കെ. അപ്പൊ ഈ എ എന്ന സ്ട്രിങ് താഴോട്ട് വലിക്കുമ്പം ഈ ഡബ്ല്യു എന്ന വെയിറ്റ് മുകളിലോട്ട് പൊങ്ങില്ലേ? അപ്പൊ അതിന്റെ ആക്സിലറേഷൻ എത്രയാണെന്നറിയാവോ? എ എന്ന പോയിന്റ് നമ്മൾ 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് താഴോട്ട് വലിക്കുന്നത്. അപ്പം ഡബ്ല്യു എന്ന വെയിറ്റ് എത്ര ആക്സിലറേഷനിലാണ് മുകളിലോട്ട് പൊങ്ങുന്നതെന്ന് അറിയാമോ? 1.8 അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു ഫിക്സഡ് പുള്ളിയുണ്ട്, ഒരു മൂവബിൾ പുള്ളിയുണ്ട്. അപ്പൊ ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷന്റെ പകുതി ആയിരിക്കും മൂവബിൾ പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ എയിൽ 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന വെയിറ്റിൽ എത്ര ആക്സിലറേഷൻ മുകളിലോട്ട് ഉണ്ടാവും? 0.9. അതിന്റെ പകുതിയേ ഉണ്ടാവത്തുള്ളൂ. ആ ഡൗട്ട് ഇല്ലല്ലോ? ഇനി നമുക്ക് ഡബ്ല്യു എന്ന വെയിറ്റ് എടുക്കാം. ഡബ്ല്യു എന്ന വെയിറ്റിൽ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഡബ്ല്യു എന്ന വെയിറ്റിൽ
അതിന്റെ വെയിറ്റ് താഴോട്ട്. വെയിറ്റ് താഴോട്ട് 4500 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്തുണ്ട്? പിന്നെന്തുണ്ട്? പിന്നെ ആക്സിലറേഷൻ മേളോട്ട്. അല്ല, ആക്സിലറേഷൻ ഫോഴ്സ് അല്ലല്ലോ. എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് 2 ടെൻഷൻ ആക്ട് ചെയ്യുന്നില്ലേ? ഇവിടെ 2 സ്ട്രിങ് കണക്ട് ചെയ്തിട്ടില്ലേ ഈ പുള്ളിയില്? മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 2T മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ടെൻഷനായിട്ട്. 2 ടെൻഷൻ കണ്ടോ? ഇത് കണ്ടോ? ഇവിടെ ഒരു ടീം 2T ഉണ്ട്. 2 ടെൻഷൻ മുകളിലോട്ട് ആ പുള്ളിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 2T ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഫോഴ്സ് മനസ്സിലായല്ലോ. 2T ടെൻഷൻ മുകളിലോട്ടും 4500 ന്യൂട്ടൺ താഴോട്ടും. അതാണ് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് താഴോട്ട്. അപ്പൊ ഇതില് നമ്മൾ ഏത് ഫോഴ്സ് ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്? മുകളിലോട്ട് പോകുന്ന. കാരണം ഏത് ഡയറക്ഷനിലാണ് മോഷൻ നടക്കുന്നത് ആ ഡയറക്ഷനിൽ ഉള്ള ഫോഴ്സ് ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 2T പോസിറ്റീവ് ആയിട്ട് എടുത്ത് 2T മൈനസ് W അതാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ്. 2T മൈനസ് W ആണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ്. ഓക്കെ അല്ലേ? അപ്പം ഫോഴ്സ് ഈസിക്കൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അപ്പം മാസ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് 4500 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ മാസിലോട്ടാക്കുന്നത് എങ്ങനെ? ഇത് 9.82 ഡിവൈഡഡ് ബൈ അതിനെ G കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് മാസ് ആയിക്കോളും. W ബൈ G ഇപ്പൊ മാസായി. അതിന്റെ ആക്സിലറേഷൻ നമുക്കറിയാലോ. നമ്മൾ എയിൽ കൊടുക്കുന്ന ആക്സിലറേഷന്റെ പകുതി ആയിരിക്കത്തില്ല, 0.9 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതിൽ നമുക്ക് T കണ്ടുപിടിച്ചൂടെ? W ഉണ്ട്, വെയിറ്റ് W ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് T കണ്ടുപിടിക്കാമല്ലോ, ടെൻഷൻ കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ശരി ശരി. മനസ്സിലായി. 39 ഉണ്ടോ റോൾ നമ്പർ? ഹലോ സർ. ഹലോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്ന ഓക്കെ. മനസ്സിലായോ പഠിപ്പിച്ചത്? ഇതുവരെ പഠിപ്പിച്ചത് മനസ്സിലായി. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചോ. ഈ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ 4.17. W and 2W are supported in the vertical plane by a string and pulleys arranged as shown in figure 4.22. Find the magnitude of an additional weight Q applied to the weight W, which will have a downward acceleration 0.981 meter per second square. ഓക്കെ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഹലോ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് W എന്ന വെയിറ്റും 2W എന്ന വെയിറ്റും ഈ കാണിച്ചേക്കുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അല്ലേ? വെച്ചേക്കുമായിരുന്നു. അപ്പം Q ഇല്ലെന്ന് കൺസിഡർ ചെയ്യുക. Q ഇല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കും? ഏത് വെയിറ്റ് ആണ് താഴോട്ട് പോകുന്നത്? 2W ആണോ താഴോട്ട് പോകുന്നത്? W ആണോ താഴോട്ട് പോകുന്നത്? Q ഇല്ലെന്ന് വെച്ചോ. ഏതാ താഴോട്ട് പോകുന്നത്? അതങ്ങനെ W താഴോട്ട് പോകുന്നത്? W-നെക്കാട്ടി വെയിറ്റ് കൂടുതൽ 2W ഇല്ലേ? W-ന്റെ 2 ടൈംസ് വെയിറ്റ് അല്ലേ? 2W താഴോട്ട് പോകും അല്ലേ? ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത്, ഇതിനകത്ത് Q എന്നൊരു വെയിറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഈ W-ന്റെ കൂടെ Q എന്ന വെയിറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ Q എന്ന എത്ര വെയിറ്റ് ആഡ് ചെയ്യണം? W താഴോട്ട് എത്ര 0.981 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എത്താൻ വേണ്ടി W-ല് എത്ര Q എന്ന വെയിറ്റ് ആഡ് ചെയ്യണമെന്നാണ് ചോദ്യം. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. നമുക്കിപ്പം സാധാരണ ഇപ്പം ഈ 2W വെയിറ്റ് കാരണം 2W താഴോട്ട് പോകും. 2W നമുക്ക് W-നെ താഴോട്ട് കൊണ്ടുവരാൻ, അതായത് 0.981 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ W എന്ന വെയിറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ
ക്യൂ എന്ന വെയിറ്റ് എത്ര ക്യൂ എന്ന വെയിറ്റ് ആഡ് ചെയ്യണമെന്നാണ് ചോദ്യം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ നമുക്ക് ക്യൂ എന്ന വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം ഈ ബോഡി എടുക്കാം. ഈ ബോഡി 2W കണക്ട് ചെയ്തിരിക്കുന്ന പുള്ളി എടുക്കാം. 2W കണക്ട് ചെയ്തിരിക്കുന്ന പുള്ളി എടുക്കാം. അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാ? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാ? 2W വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? 2W വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 2 ടെൻഷൻ ഇല്ലേ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്? 2 ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, 2 ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഏത് പോസിറ്റീവായിട്ട് എടുക്കും? ആ ടെൻഷൻ ആണോ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്? W ആണോ പോസിറ്റീവായിട്ട് എടുക്കുന്നത്? അതിപ്പോ എങ്ങോട്ടാ ഡയറക്ഷൻ പോകുന്നത്? ക്യൂ എന്ന വെയിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ? എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ? മേളിലോട്ടല്ലേ? നമുക്കിപ്പം ക്യൂ എന്ന വെയിറ്റ് ആഡ് ചെയ്യുമ്പം ഉള്ള ഫോഴ്സ് ആണ് ചോദിച്ചത്. ക്യൂ എന്ന വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ W താഴോട്ട് പോകും. 0.981 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ W താഴോട്ട് പോകും. W താഴോട്ട് പോയി കഴിഞ്ഞാൽ 2W മേളോട്ട് പോകും. ആ 2W മേളോട്ട് പോകുമ്പം അതിന്റെ ഡയറക്ഷൻ എടുക്കേണ്ടത് ടെൻഷൻ അല്ലേ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്? അപ്പം 2T മൈനസ് 2W ഈസിക്കൽ ടു എടുക്കാം. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ? അത് കാണാൻ പറ്റുന്നുണ്ടോ? 2T മൈനസ് 2W ഈസിക്കൽ ടു 2W ബൈ 9.81 ഇൻറ്റു 0.4905 എന്ന് കണ്ടോ? ഈ ക്വസ്റ്റ്യൻ കണ്ടോ? അതായത് 2T മുകളിലോട്ട് താഴോട്ട് 2W ഈസിക്കൽ ടു ഫോഴ്സ് ഈസിക്കൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട്, 2W വെയിറ്റ് തന്നിട്ടുണ്ട്. അതിനെ മാസിലോട്ടാക്കാൻ ബൈ 9.81 ചെയ്താൽ മതി. അപ്പൊ അവിടെ മാസ് കിട്ടി. ഇവിടുത്തെ ആക്സിലറേഷൻ, അതായത് നമുക്ക് W എന്ന വെയിറ്റ് 0.981 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് താഴോട്ട് വരുന്നതെന്ന് ക്യൂ ആഡ് ചെയ്യുമ്പോൾ W എന്ന വെയിറ്റ് 0.981 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് താഴോട്ട് വരുന്നത്. അപ്പം 2W എത്ര മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലായിരിക്കും മേളോട്ട് പോകുന്നത്? ഇപ്പം W 0.981 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ താഴോട്ട് വരികയാണെങ്കിൽ 2W എത്ര മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് മേളോട്ട് പോകുന്നത്? അതിന്റെ ഹാഫ്, അതിന്റെ പകുതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അപ്പം ഫസ്റ്റ് ഇക്വേഷനകത്തുനിന്ന് മൊത്തം 2നെ അങ്ങ് ഡിവൈഡ് ചെയ്ത്, 2നെ ഫുൾ ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ടിയും W ആയിട്ട് ഒരു റിലേഷൻ കിട്ടും. അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ T ഈസിക്കൽ ടു 1.05 W എന്ന് കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുമ്പോൾ അതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്ത ബോഡി എടുക്കാം. അടുത്ത ഈ W പ്ലസ് ക്യൂ എന്ന ബോഡി എടുക്കാം. W ക്യൂബ് എന്ന ബോഡി എടുക്കാം. അപ്പൊ ഈ W ക്യൂവിൽ ആ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? W പ്ലസ് ക്യൂ അല്ലേ അവിടുത്തെ വെയിറ്റ്? W പ്ലസ് ക്യൂ ഇല്ലേ അവിടുത്തെ വെയിറ്റ്? W ഉണ്ട്, ക്യൂ ഉണ്ട്. അപ്പൊ അവിടുത്തെ വെയിറ്റ് W പ്ലസ് ക്യൂ ആണ്. W പ്ലസ് ക്യൂ താഴോട്ടും ടെൻഷൻ മേളിലോട്ടും അല്ലേ? ഇവിടെ ഏതാ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്? W പ്ലസ് ക്യൂ ആണോ ടെൻഷൻ ആണോ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്? W പ്ലസ് ക്യൂ ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം താഴോട്ടാ പോകുന്നത്. അപ്പം W പ്ലസ് ക്യൂ പോസിറ്റീവ് ആയിട്ട് എടുത്ത് മൈനസ് ടി, W പ്ലസ് ക്യൂ മൈനസ് ടി, അതാണ് അവിടുത്തെ ഫോഴ്സ്. W പ്ലസ് ക്യൂ മൈനസ് ടി ആണ് അവിടുത്തെ ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് കിട്ടി. ഇനി മാസ് വേണം. മാസ് എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് തന്നിട്ടുണ്ട് W പ്ലസ് ക്യൂ. അതിനെ മാസിലോട്ടാക്കാൻ W പ്ലസ് ക്യൂ ബൈ ജി, W പ്ലസ് ക്യൂ ബൈ ജി ഇൻറ്റു ആക്സിലറേഷൻ. ഡബ്ല്യുവിന്റെ ആക്സിലറേഷൻ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 0.981 അത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. കണ്ടോ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ.
രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ടിക്ക് പകരം 1.05 W എന്ന് റീപ്ലേസ് ചെയ്യാം. ഈ മൈനസ് ടി കണ്ടോ, ഈ ടിക്ക് പകരം നമുക്ക് 1.05 W എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡബ്ല്യൂയിലും ക്യൂയിലും ഉള്ള ഒരു ഇക്വേഷൻ വരും. അപ്പം ഇവിടെ ടി പോവും, ഡബ്ല്യൂയിലും ക്യൂയിലും ഉള്ള ഒരു ഇക്വേഷൻ വരും. ആ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് Q = 0.167 W കിട്ടും. അതായത് ഡബ്ല്യുവിന്റെ 0.167 ഇരട്ടി 0.16 ടൈം വെയിറ്റ് ആയിരിക്കും ക്യൂ എന്ന് കിട്ടി. മനസ്സിലായോ? അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ആ ശരി, പൊക്കോ. അടുത്ത റോൾ നമ്പർ 10 ഉണ്ടോ? 10. ഹലോ, ഉണ്ടോ? 10. ജോമൻ ബിജു ഉണ്ടോ? ജോമൻ ബിജു. ജോമോൻ ബിജു അൺമ്യൂട്ട് ആക്ക്. റോൾ നമ്പർ 51 ഉണ്ടോ? 51. വൈശാഖ്. ആ ഹലോ. വൈശാഖേ, പറഞ്ഞെല്ലാം മനസ്സിലായിരുന്നോ? മനസ്സിലായോ? പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ല. ആ ഓക്കെ. ഈ ക്വസ്റ്റ്യൻ വായിക്കും. ഇതിൽ അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അത് വായിക്കും. കണ്ടോ? 4.18. സാർ പാർവതിക്ക് കട്ടായി പോകുന്നെന്ന് പറഞ്ഞു. ആ പാർവതി ഇപ്പം ജോയിൻ ആവുന്നുണ്ടല്ലോ. നോക്കട്ടെ, നമ്മള് നോക്കാൻ പറ. ആ കുഴപ്പമില്ല. വൈശാഖേ, ക്വസ്റ്റ്യൻ വായിക്കും. Two equal weights W are connected by a string passing over a frictionless pulley. A small weight W is attached to one side, as shown in figure 4.23, causing that weight to fall. Determine the acceleration of system assuming that the weight starts from the rest. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് രണ്ട് ഈക്വൽ വെയിറ്റ് ഡബ്ല്യു ഒരു പുള്ളിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒരു വെയിറ്റിന്റെ കൂടെ ഒരു സ്മാൾ ഡബ്ല്യു വെയിറ്റും കൂടെ ആഡ് ചെയ്ത് അപ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഡബ്ല്യു എടുക്കാം. വെയിറ്റ് ആഡ് ചെയ്യാത്ത ബോഡി എടുക്കാം. ഇത് വെയിറ്റ് ആഡ് ചെയ്യാത്ത ബോഡി എടുക്കാം. അപ്പൊ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാ? ഈ ഡബ്ല്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെ? വെയിറ്റും പിന്നെ ടെൻഷനും. ഒരു വെയിറ്റ് താഴോട്ടും ഉണ്ട്, ഒരു ടെൻഷൻ മുകളിലോട്ടും ഉണ്ട്. അതല്ലേ ഉള്ളു, വേറൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു മൈനസ് ടി അല്ല, എങ്ങനെ ഇക്വേഷൻ വരുന്ന? ഇപ്പം പറഞ്ഞു ഇക്വേഷൻ വരുന്നതെന്ന് പറഞ്ഞു. Equation T minus W is equal to mass into acceleration. മാസിന് പകരം എന്ത് എഴുതാൻ പറ്റും? W by 9.8 into acceleration 9. ഓക്കെ. ഇനി ഇവിടുത്തെ ഈ രണ്ട് ബോഡിയുടെ ആക്സിലറേഷൻ സെയിം ആയിരിക്കത്തില്ലേ? ഈ ഡബ്ല്യുവിന്റെയും ഈ ഡബ്ല്യു പ്ലസ് ഈ ഡബ്ല്യുവിന്റെയും
ഈ രണ്ട് വെയിറ്റ് ഇല്ലേ ഇവിടെ, രണ്ട് വെയിറ്റ് ഇല്ലേ കണക്ട് ചെയ്തേക്കുന്നേ. അപ്പൊ ഈ രണ്ട് ബോഡിയുടെ ആക്സലറേഷൻ സെയിം ആയിരിക്കത്തില്ലേ? കാരണം ഒരു ഒറ്റ പുള്ളിയിലല്ലേ ഇത് കണക്ട് ചെയ്തേക്കുന്നേ, ഒറ്റ പുള്ളിയിലല്ലേ ഇത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആക്സലറേഷൻ സെയിം ആയിരിക്കും. ഇനി അടുത്ത ബോഡിയുടെ ഫോഴ്സ് തുറ, ഈ ബോഡിയുടെ ഫോഴ്സ് തുറ, ഈ ബോഡിയുടെ W, capital W plus small w minus t is equal to mass into acceleration. മാസിന് പകരം എന്ത് എഴുതാൻ പറ്റും? മാസിന് പകരം എന്ത് എഴുതാൻ പറ്റും? capital W plus small w by 9.8 ആണെന്ന് എഴുതാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ടെൻഷനും ക്യാൻസൽ ആയി പോകും. ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ടെൻഷൻ ക്യാൻസൽ ആയി പോകും. മറ്റേതിൽ ടെൻഷൻ പോസിറ്റീവും, മറ്റേ ഇക്വേഷനിൽ ടെൻഷൻ പോസിറ്റീവും, ഈ ഇക്വേഷനിൽ ടെൻഷൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഈ രണ്ട് ടെൻഷനും അങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഡബ്ല്യൂയിലും എയിലും ജിയിലും മാത്രമാവും ഒരു ഇക്വേഷൻ ഉണ്ടാവുക. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പം ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാലോ. ആ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആക്സലറേഷന്റെ വാല്യൂ കിട്ടും. ഇക്വേഷൻ സോൾവ് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. സോൾവ് ചെയ്യാൻ പാടൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ട് ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കണേ. മനസ്സിലായി. ശരി, പോക്കോ. അടുത്ത 36 ഉണ്ടോ? മഞ്ജിമ, ഉണ്ടോ? 34 കിഷോർ. 34. കിഷോർ, ഈ പറഞ്ഞെല്ലാം മനസ്സിലായിരുന്നോ? ഇതുവരെ പുള്ളിയുടെ പ്രോബ്ലംസ് എല്ലാം മനസ്സിലായി? പുള്ളിയുടെ പ്രോബ്ലം തീർന്ന് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. കൈനറ്റിക്സും കൈനമാറ്റിക്സും ഒക്കെ എന്താന്ന് അറിയായിരുന്നല്ലോ. എന്തായിരുന്നു കൈനറ്റിക്സ്? എന്താന്ന് അറിയാവോ? എന്താ? ഹലോ, ഫോഴ്സിന്റെ റെഫറൻസോടെ ഉള്ള മോഷന്റെ സ്റ്റഡിയാണ് കൈനറ്റിക്സ്. അപ്പൊ കൈനറ്റിക്സിന്റെ അടുത്തൊരു മോഷനിലോട്ട് നമ്മൾ പോകുന്നത് ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടു? പ്ലസ് 1 പ്ലസ് 2 പഠിക്കണ്ടായിരുന്നു അല്ലേ? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്തോന്ന് അറിയാലോ? എന്തായിരുന്നു? Rate of change of momentum is directly proportional to force applied. ഓക്കെ, അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അതന്നെ. അപ്പം നമുക്ക് അതിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഈക്വൽ ടു എം എന്നൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് അല്ലേ? ഈ ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ നമ്മൾ ഇതുവരെ ചെയ്തത് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇത് ചെയ്യുന്ന സമയത്ത് എഫ് ഈക്വൽ ടു എം എക്ക് പകരം എഫ് മൈനസ് എം എ ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമില്ല. അതിൽ മൈനസ് എം എ നമ്മൾ ഇതിൽ എടുക്കുന്നത് ഇനേർഷ്യൽ ഫോഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനേർഷ്യ എന്തോന്ന് പറയാം? ഇനേർഷ്യ ന്യൂട്ടൺസ് ഫസ്റ്റില എന്താന്ന് അറിയാമായിരുന്നു? ന്യൂട്ടൺസ് ഫസ്റ്റില
എന്തായിരുന്നു? Everybody continue its state of rest or uniform motion unless it is compelled by an external unbalanced force എന്ന് പറഞ്ഞൊരു നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ അതിനകത്തൊരു ഇനേർഷ്യ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു ഈ ഫസ്റ്റ് ലാവിക്കോ. അതായത് നമുക്കൊരു റെസ്റ്റ് ഇരിക്കുന്ന ബോഡി എപ്പോഴും റെസ്റ്റ് തുടരാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. അതുപോലെ മൂവ്മെന്റിലുള്ള ബോഡി എപ്പോഴും മൂവ് ചെയ്തിരിക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ അല്ലേ. അപ്പൊ ഈ റെസ്റ്റ് ഇരിക്കുന്ന ബോഡിക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബോഡി ഒരു ഒപ്പോസിഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് ഇനേർഷ്യൽ ഫോഴ്സ്. ഒന്നുകിൽ റെസ്റ്റ് ഇരിക്കുന്ന ബോഡിയിൽ അതിലൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം ആ ബോഡി തിരിച്ചൊരു ഒപ്പോസിഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് ഇനേർഷ്യൽ ഫോഴ്സ്. ഹലോ, അതാണ് ഇനേർഷ്യൽ ഫോഴ്സ്. അപ്പം ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ്, ഒരു മൂവ് ചെയ്യുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ് അതിന്റെ ഇനേർഷ്യൽ ഫോഴ്സുമായിട്ട് ഡൈനാമിക് ഇക്വിലിബ്രിയം ആയിരിക്കും. ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് റിസൾട്ടന്റ് ഓഫ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇൻ മോഷൻ ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ദ ഇനേർഷ്യ ഫോഴ്സ്. മനസ്സിലായോ? ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ മനസ്സിലായോ? അതായത് ഒന്നും കൂടെ പറയാം. അതായത് ഒരു സിസ്റ്റം, ഒരു മൂവ് ചെയ്യുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഫോഴ്സസ് അതിന്റെ ഇനേർഷ്യൽ ഫോഴ്സുമായിട്ട് ഡൈനാമിക് ഇക്വിലിബ്രിയം ആയിരിക്കും. അതാണ് ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ. അതിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത് എഫ് മൈനസ് എം എ ആണ്. അതിനകത്ത് മൈനസ് എം എ ആണ് ഇനേർഷ്യൽ ഫോഴ്സ്. മൈനസ് എം എന്താണ്? ഇനേർഷ്യൽ ഫോഴ്സ്. മൈനസ് എം എക്ക് പകരം നമുക്ക് എഫ് ഐ എന്ന് ഉപയോഗിക്കാം. മൈനസ് എം എക്ക് പകരം എഫ് ഐ എന്ന് ഉപയോഗിക്കാം. എഫ് ഐ. നീ പൊക്കോ, അടുത്ത വിളിക്കാം. സാറേ അവർക്ക് റേഞ്ച് കുറവാ. അവിടെ കട്ടായിക്കുക. 15. ഓക്കെ. ഈ പറഞ്ഞെല്ലാം മനസ്സിലായിരുന്നോ? ഹലോ, എന്തോ ഈ പറഞ്ഞതെല്ലാം മനസ്സിലായോ? ഹലോ, ഹലോ, മനസ്സിലായി. ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ മനസ്സിലായോ? ഹലോ, ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ മനസ്സിലായോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ സർ, കട്ടായിട്ട്. ഹലോ, ഇപ്പൊ കേൾക്കാം സർ. ഓക്കെ. ഹലോ ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സർ, എനിക്ക് കട്ടായാണ് കേൾക്കുന്നത്. ഇപ്പൊ കേൾക്കാം സർ, ഇപ്പൊ കേൾക്കാം. ഈ ക്വസ്റ്റ്യൻ വായിക്കൂ. Question. A system of weights connected by strings passing over pulleys A and E is shown in figure. Find the acceleration of the three weights P, Q, and R using the D'Alembert's principle. Hello. ഹലോ. ഓക്കെ, പെട്ടെന്ന് പറയാം. ഈ പുള്ളി കണ്ടോ? ഈ പുള്ളി ഇവിടുത്തെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 വെയിറ്റ് ഉണ്ട്, പി ക്യു ആർ. 3 വെയിറ്റ് ഉണ്ട് അല്ലേ? പി ക്യു ആർ 3 വെയിറ്റ് ഉണ്ട്. അപ്പം ഈ പുള്ളി കണ്ടിട്ട് അത് 50 ന്യൂട്ടനുള്ള ഒരു വെയിറ്റ് ഉണ്ട്, 4 ന്യൂട്ടൺ ഉണ്ട്, 6 ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ ഏത് വെയിറ്റ് ഉള്ള ബോഡിയാ താഴോട്ട് പോകുന്നത്? ഏത് വെയിറ്റ് ആണ് താഴോട്ട് പോകുന്നത്? ഏത് വെയിറ്റ് ആണ് താഴോട്ട് പോകുന്നത്? 15 ആണോ? 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ട് പോകും അല്ലേ? 50 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ട് പോകുമ്പം
ഈ പുള്ളി ബി മുകളിലോട്ട് പോകത്തില്ലേ? ഹലോ ഹലോ 50 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ട് പോകുമ്പോൾ പുള്ളി ബി മുകളിലോട്ട് പോകും. ഓക്കെ, ഇനി അടുത്ത ഈ 6 ന്യൂട്ടണും 4 ന്യൂട്ടണും എടുക്കുകയാണെങ്കിൽ ഏതാ താഴോട്ട് പോകുന്നത്? 6 ന്യൂട്ടണും 4 ന്യൂട്ടണും എടുക്കുകയാണെങ്കിൽ ഏതാ താഴോട്ട് പോകുന്നത്? 6 Newton. 6 ന്യൂട്ടൺ താഴോട്ട് പോകും, 4 ന്യൂട്ടൺ മേളോട്ട് പോകും. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ചെയ്ത പ്രോബ്ലം അല്ല, ഒരു സ്ട്രിങ് കണക്ട് ചെയ്ത പുള്ളീസിന്റെ പ്രോബ്ലം ഇതുവരെ നമ്മൾ ചെയ്തത് അല്ലേ? ഒരു സ്ട്രിങ് കണക്ട് ചെയ്ത പുള്ളീസിന്റെ പ്രോബ്ലം ചെയ്തത്. ഇതാകുമ്പോ 2 സ്ട്രിങ് ഉണ്ട് ഇവിടെ 2 സ്ട്രിങ് ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചേരെ. ഇതിനകത്ത് ഇവിടെ 2 സ്ട്രിങ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് ക്യൂ എന്ന ബോഡി എടുക്കാം. ക്യൂ എന്ന ബോഡി ഉണ്ടോ? ക്യൂ എന്ന വെയിറ്റ് 6 ന്യൂട്ടൺ കണ്ടോ? അപ്പം ഈ ക്യൂ എന്ന വെയിറ്റ് താഴോട്ട് പോകും അല്ലേ? അപ്പം ക്യൂ എന്ന വെയിറ്റിന്റെ ആക്സിലറേഷൻ താഴോട്ടായിരിക്കത്തില്ലേ? ക്യൂ എന്ന വെയിറ്റിന്റെ ആക്സിലറേഷൻ താഴോട്ടായിരിക്കും. പക്ഷെ ഈ പുള്ളി ഉണ്ടോ, പുള്ളി ബി മേളിലോട്ടും പോകുന്നുണ്ടല്ലോ. ശ്രദ്ധിച്ചു കേൾക്കണം, ഈ ക്യൂ എന്ന വെയിറ്റ് താഴോട്ട് പോകുന്നുണ്ട്. ഈ ക്യൂ എന്ന വെയിറ്റ് താഴോട്ട് പോകുന്നുണ്ട്. ക്യൂ എന്ന വെയിറ്റ് 6 ന്യൂട്ടൺ വെയിറ്റ് കാരണം ക്യൂ എന്ന വെയിറ്റ് താഴോട്ട് പോകുന്നുണ്ട്. ഈ പുള്ളി ബി മേളിലോട്ടും പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഈ 6 ന്യൂട്ടൺ താഴോട്ട് പോയാലും പുള്ളി ആ 6 ന്യൂട്ടനെ മുകളിലോട്ട് പൊക്കുന്നുണ്ട്. 6 ന്യൂട്ടൺ താഴോട്ട് പോകുന്നുണ്ട്, ആ പുള്ളി ആ 6 ന്യൂട്ടനെ മുകളിലോട്ട് പൊക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ആക്സിലറേഷൻ എ ആണെങ്കിൽ പുള്ളിയുടെ ആക്സിലറേഷൻ എ ആയിട്ട് എടുത്ത് ആ ബോഡിയുടെ ആക്സിലറേഷൻ A1 ആയിട്ട് എടുത്ത്. അപ്പൊ അവിടുത്തെ അബ്സല്യൂട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A1 മൈനസ് എ ആയിരിക്കും. ശ്രദ്ധിച്ചോട്ടാ, ഈ ക്യൂ എന്ന വെയിറ്റ് താഴോട്ട് പോകുന്നുണ്ട്, പുള്ളി മേളിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ക്യൂ എന്ന വെയിറ്റ് താഴോട്ട് പോകുന്നുണ്ടെങ്കിലും പുള്ളി ആ ക്യൂവിനെ പിടിച്ച് പൊക്കുന്നുണ്ട്. അപ്പൊ അവിടെ 2 ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടുത്തെ അബ്സല്യൂട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A1 മൈനസ് എ ആയിരിക്കും. A1 മൈനസ് എ, അതായത് 6 ന്യൂട്ടന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് A1 മൈനസ് എ ആയിരിക്കും. 6 ന്യൂട്ടന്റെ ആക്സിലറേഷൻ. ഓക്കെ അല്ലേ? 6 ന്യൂട്ടൺ ബോഡിയുടെ ആക്സിലറേഷൻ A1 മൈനസ് എ. അപ്പൊ അതേ ഉള്ളൂ അതിനകത്തൊരു ട്വിസ്റ്റ്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ബാക്കി ടെൻഷൻ എടുക്കാനും വെയിറ്റ് എടുക്കാനൊക്കെ അറിയാലോ. ഇപ്പൊ മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ അതൊക്കെ അറിയാലോ. അപ്പൊ അത് പോട്ടെ, ആക്സിലറേഷന്റെ കാര്യം മാത്രമേ പറയാം. ഇനി അടുത്ത 6 എന്ന ബോഡി ഉണ്ടോ? 6 എന്ന വെയിറ്റ് ഉണ്ടോ? 6 എന്ന വെയിറ്റ് 4 ന്യൂട്ടൺ. അപ്പൊ ഈ 6 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് ഈ 4 ന്യൂട്ടൺ വെയിറ്റ് എങ്ങോട്ട് പോകും? മേളിലോട്ട് പോകും. ഈ പുള്ളി ബിയും മേളിലോട്ട് പോകുന്നുണ്ട്. ഈ 50 ന്യൂട്ടൺ വെയിറ്റ് കാരണം ഈ പുള്ളി ബിയും മുകളിലോട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ 6 ന്യൂട്ടൺ വെയിറ്റ് കാരണം 4 ന്യൂട്ടൺ വെയിറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ 50 ന്യൂട്ടൺ വെയിറ്റ് കാരണം പുള്ളി ബിയും മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ റിസൾട്ടന്റ് ആക്സിലറേഷൻ അപ്പൊ അവിടുത്തെ അബ്സല്യൂട്ട് ആക്സിലറേഷൻ ഏതായിരിക്കും? 2 ഒരേ ഡയറക്ഷനിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ആ പുള്ളിയും ആ 4 ന്യൂട്ടണും ഒരേ ഡയറക്ഷനിൽ മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റിസൾട്ടന്റ് ആക്സിലറേഷൻ എത്രയായിരിക്കും? ഏതായിരിക്കും? A1 പ്ലസ് എ ആയിരിക്കും. A1 പ്ലസ് എ ആയിരിക്കും. മനസ്സിലായോ?
അതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനകത്തെ ഒരു ഒരു ആ കൺഫ്യൂഷൻ. ബാക്കിയെല്ലാം നമ്മൾ പഴയ ഇതുവരെ ചെയ്തത് തന്നെയാണ്. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തതുപോലെ തന്നെയാണ്. നിങ്ങളത് ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ആക്സിലറേഷൻ എടുത്തത് ഡൗട്ട് ഇല്ലല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഇത് കട്ടാവും എന്തായാലും. ഒന്നുകൂടെ പറയാം. ഈ 50 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് പുള്ളി ബി മുകളിലോട്ട് പോകും. അപ്പം പുള്ളി ബി മുകളിൽ പോകും. ഇനി അടുത്ത 6 ന്യൂട്ടനും 4 ന്യൂട്ടനും എടുക്കുമ്പോൾ 6 ന്യൂട്ടൺ വെയിറ്റ് കാരണം 6 ന്യൂട്ടൺ താഴോട്ടും പോകും, 4 ന്യൂട്ടൺ മുകളിലോട്ടും പോകും. 6 ന്യൂട്ടൺ താഴോട്ടും പോകും, 4 ന്യൂട്ടൺ മുകളിലോട്ടും പോകും. അപ്പൊ ഈ 6 ന്യൂട്ടന്റെ ആക്സിലറേഷൻ എടുക്കുമ്പോൾ 6 ന്യൂട്ടൺ